13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ അണുബോംബ് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അതൊരു വല്ലാത്ത ചോദ്യമാണ്. 13 വയസ്സുകാരിയുടെ കയ്യിലൊക്കെ അണുബോംബ് കിട്ടുമോ? സാധാരണ പാവയൊക്കെ കിട്ടും അല്ലേ? അതെ, കളിപ്പാട്ടമൊക്കെ. ഇപ്പോൾ ലോകം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. 13 അല്ലെങ്കിൽ 12 വയസ്സോ 13 വയസ്സോ അതുപോലും ഉറപ്പില്ല. അങ്ങനെ ഒരു കുട്ടി ആണവായുധങ്ങളുടെ കാര്യത്തിൽ അവസാന തീർപ്പെടുക്കുന്ന തരത്തിലേക്ക് മാറുമോ? ലോകം മാറുമോ? കാരണം ഇത് കൊറിയയുടെ കാര്യമാണ്. വടക്കൻ കൊറിയ നമ്മുടെ കിം ജോങ് ഉൻ ഇപ്പോൾ ചൈനയിൽ ഷാങ്ഹായ് ഉച്ചകോടിക്ക് വന്നിരുന്നു. അതിനുശേഷം വിക്ടറി പരേഡ് ടിയാനൻമെൻ സ്ക്വയറിൽ നടന്ന വിക്ടറി ഡേ, ചൈന 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെതിരെ പൊരുതി ജയിച്ചതിൻ്റെ 90ാം വാർഷികം, 80ാം വാർഷികം ആഘോഷിക്കുന്ന വിക്ടറി ഡേ പരേഡിൽ പങ്കെടുത്തപ്പോൾ കിം ജോങ് ഉന്നിൻ്റെ കൂടെ കഷ്ടിച്ച് 13 വയസ്സ് തോന്നുന്ന ഒരു പാവക്കുട്ടിയെ പോലെ തോന്നുന്ന, നമുക്ക് ഓമനത്വം തോന്നുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കിം ജു എ എന്നാണ് ആ കുട്ടിയുടെ പേരെന്ന് പറയപ്പെടുന്നു. പേരെന്നല്ല, പേരറിയില്ല. കിമ്മിൻ്റെ മകളാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ മകളുടെ പേര് കിം ജു എ എന്നാണെന്നും പറയപ്പെടുന്നു. കാരണം ഈ മകളെക്കുറിച്ച് അല്ലെങ്കിൽ കിമ്മിൻ്റെ കുടുംബത്തെക്കുറിച്ച് ലോകത്തിനൊന്നും അറിയില്ല. കിമ്മിന് 3 മക്കളുണ്ടെന്നാണ് പറയുന്നത്. 3 മക്കളിൽ 2ാമത്തെ കുട്ടിയാണ്, നടുക്കുള്ള കുട്ടിയാണ് ഈ പെൺകുട്ടി എന്നാണ് പറയുന്നത്. ഈ പെൺകുട്ടിയെ സമീപകാലത്തായി കിമ്മിൻ്റെ കൂടെ കാണുന്നുണ്ട്. അതായത് ആദ്യം കാണുന്നത് കൊറിയയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം, പശ്ചാത്തലത്തിൽ ഒരു കൂറ്റൻ മിസൈൽ. ആ മിസൈലിൻ്റെ പശ്ചാത്തലത്തിൽ അച്ഛൻ്റെ കൈ പിടിച്ച് ഈ പെൺകുട്ടി നടന്നു വരുന്നതാണ് അവളുടെ ആദ്യത്തെ ചിത്രം. അതിനുശേഷം 2022 തന്നെ 2022 ഈ ഭൂഖണ്ഡാന്തര ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ പശ്ചാത്തലത്തിൽ കാണിക്കുമാറ് അച്ഛൻ്റെ കൈ പിടിച്ച് ഈ പെൺകുട്ടി, അന്ന് 13 ഇല്ല, 2022 അല്ലേ, അന്ന് 9 വയസ്സുകാരി അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ചിത്രം ആദ്യമായി ലോകം കാണുന്നത്. അതിനുശേഷം കഴിഞ്ഞ മെയ് മാസത്തിൽ, ശ്രദ്ധിക്കണം ഇനി പറയുന്നത്, കഴിഞ്ഞ മെയ് മാസത്തിൽ റഷ്യൻ എംബസിയിൽ ഒരു പരിപാടി നടന്നു. കഴിഞ്ഞ മെയ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മെയ് 2 മാസം മുമ്പ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് 12 അല്ലെങ്കിൽ 13 വയസ്സ്. റഷ്യൻ എംബസിയിലെ പരിപാടിയിൽ വടക്കൻ കൊറിയയുടെ നയതന്ത്ര പ്രതിനിധിയായി പങ്കെടുത്തത് ഈ 12 വയസ്സുകാരിയാണ്. നയതന്ത്ര പ്രതിനിധി, ഡിപ്ലോമാറ്റ് ആയിട്ട് പങ്കെടുത്തത്. അപ്പോൾ ഇതൊരു വല്ലാത്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ ലോകം മുഴുവൻ അമേരിക്കക്കെതിരെ ചൈനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങളെന്ന് വ്യാഖ്യാനിക്കാമെന്ന ട്രംപിൻ്റെ പ്രതികരണം അങ്ങനെ വന്നിട്ടുണ്ട്. ഷാങ്ഹായ് ഉച്ചകോടി നടക്കുമ്പോൾ കിമ്മിൻ്റെ കൂടെ ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ലോകം പറയുന്നത് കിം തൻ്റെ അനന്തരാവകാശിയെ പ്രഖ്യാപിച്ചു. അത് ഈ പെൺകുട്ടിയാണ്. 2011 കിം ജോങ് ഉന്നിൻ്റെ അച്ഛനായ കിം ജോങ് ഇൽ ഹൃദയാഘാതം വന്ന് മരിക്കുന്നത്. വളരെ പെട്ടെന്ന് മകൻ രാഷ്ട്രത്തലവനായി. അതിനു മുമ്പ് കിം ഉൽ സുങ് മരിച്ചപ്പോഴാണ് കിം ജോങ് ഇൽ അടുത്ത രാഷ്ട്രത്തലവനാവുന്നത്. അച്ഛനും മുത്തച്ഛനും ഒക്കെ പാരമ്പര്യമാണല്ലോ, രാജഭരണം പോലെയാണ് രാജഭരണം. പക്ഷേ ഇതിനകത്ത് മുമ്പൊരിക്കലും ഈ കിം ഉൽ സുങ് ഒരിക്കലും കിം ജോങ് ഇല്ലിനെ, അതായത് ഇപ്പോഴത്തെ കിം ജോങ് ഉന്നിൻ്റെ അച്ഛനെ ഇതുപോലെ വിദേശത്തൊന്നും കൊണ്ടുപോയിട്ടില്ല. അതായത് മുത്തച്ഛൻ അച്ഛനെ ഇതുപോലെ കൊണ്ടുപോയിട്ടില്ല. ഇപ്പോഴത്തെ അച്ഛൻ മകളെ കൊണ്ടുപോകാൻ ലോകത്തിൻ്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യാണ്. ആരെ? തൻ്റെ മകളെ. ഇനി ഇവളാണ് വടക്കൻ കൊറിയയെ നയിക്കാൻ പോകുന്നുള്ള മെസ്സേജ്. അപ്പോൾ ഇവർക്ക് സംബന്ധിച്ച് ഇപ്പോൾ ഈ എന്തൊക്കെയോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കിം ജോങ് ഉന്നിന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെന്തോ ആവട്ടെ. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന പോലെ വളരെ പെട്ടെന്ന് തൻ്റെ അനന്തരാവകാശിയെ റഷ്യൻ നയതന്ത്ര പ്രതിനിധിയായിട്ട് ആക്കുന്നു. ഇൻ്റർ കോണ്ടിനെൻ്റൽ ഭൂഖണ്ഡാന്തര മിസൈലിൻ്റെ പ്രദർശനം നടക്കുമ്പോൾ 9 വയസ്സുള്ള മകളെ കൂടെ കൊണ്ടുവരും. ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ മകളെ അവതരിപ്പിക്കുന്നു. കഷ്ടിച്ച് 12 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ്. തൻ്റെ പക്കൽ ആണവായുധം ഉണ്ടെന്നും ലോകത്ത് ആർക്കു നേരെയും അത് പ്രയോഗിക്കും എന്ന് ഒരു മടിയുമില്ലാതെ പറയാൻ തയ്യാറാവുന്ന ഒരു നേതാവാണ്. പിന്നെ മാത്രമല്ല, അവിടെ നടക്കുന്നറിയില്ലോ, ഒരു മീറ്റിങ്ങിൽ അമ്മാവനെ മറ്റായിരുന്നു ഉറങ്ങിപ്പോയി. അമ്മാവനെ കണ്ടിച്ച് പട്ടിക്കിട്ട് കൊടുത്തു. പറയുന്നിടത്തൊന്നും ഉറങ്ങിപ്പോയി, സമ്മേളനത്തിൽ ഉറങ്ങി. അങ്ങനത്തെ ഒരു രാജ്യമാണ് വടക്കൻ കൊറിയ. അപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ച് ലോകത്തിനൊന്നും അറിയില്ല. അപ്പം ഈ ദക്ഷിണ കൊറിയൻ ഇവർ തമ്മിൽ ശത്രുതയിലാണ്. ദക്ഷിണ കൊറിയയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. ഇവർ പോങ്യാങ്ങിൽ നിന്ന് ട്രെയിൻ വഴിയാണ് ചൈനയിൽ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന് കിം ജോങ് ഉന്നിന്, ഈ പേരുകളൊക്കെ പ്രശ്നമാണ്, കിം ജോങ് ഉന്നിന് വിമാനയാത്ര
ഭയമാണ്. അതുകൊണ്ട് അത് പ്രസിഡന്റിന് പോകാൻ വേണ്ടി പ്രത്യേക തീവണ്ടിയുണ്ട്. ആ തീവണ്ടിയിലാണ് പോങ്യാങ്ങിൽ നിന്ന് ചൈനയിലേക്ക് വന്നത്. മകളുടെ ആദ്യത്തെ വിദേശയാത്രയാണ്. ഇപ്പം സംശയം, ഈ കുട്ടിയുടെ പേര് കിം ജു എ എന്ന് തന്നെയാണോ? ഉറപ്പില്ല. അങ്ങനെയാണെന്ന് പറഞ്ഞത് ഒരാളുണ്ട്, അതായത് ഡെന്നിസ് റോട്ട്മാൻ NBA ചാമ്പ്യനാണ്, അതായത് ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യനാണ്. അങ്ങനെ അവിടെ വന്ന് ചാമ്പ്യൻഷിപ്പൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഇയാൾക്ക് കിം ജോങ് ഉന്നിന് ഇയാളുടെ വലിയ ഇഷ്ടമുണ്ടായി. ഇയാളെ അതിഥിയായി തൻ്റെ കൊട്ടാരത്തിൽ പാർപ്പിച്ചു. മനോഹരമായ ഒരു വീക്കെൻഡ് ആയിരുന്നു എന്നൊക്കെ ഈ ഡെന്നിസ് റോട്ട്മാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരിങ്ങനെ അന്ന് ഒരു ചെറിയ കുഞ്ഞ് കയ്യിലുണ്ടായിരുന്നു. കിം ജോങ് ഉന്നിൻ്റെ കയ്യിൽ ഈ ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ ഇയാൾ എടുത്തിട്ടുണ്ട്. അന്ന് അവളെ വിളിച്ചത് കിം ജു എ എന്നാണെന്നാണ് റോട്ട്മാൻ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമേ അറിയാവുള്ളൂ. ഈ കുട്ടിയുടെ പേര് ഇങ്ങനെയാണെന്ന് ഈ ഡെന്നിസ് റോട്ട്മാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ അറിയാവുള്ളൂ. അല്ലാതെ ഇവൾക്ക് പേരെന്താണ്, എവിടെ പഠിക്കുന്നു, എന്തു പഠിക്കുന്നു ഒന്നും അറിയില്ല. അപ്പം ദക്ഷിണ കൊറിയ ഏജൻസി പറഞ്ഞ് ഈ കുട്ടിക്ക് അവർ നിരീക്ഷിക്കുന്നുണ്ട്. കുതിരസവാരി ഭയങ്കര ഇഷ്ടമാണ്, സ്കീയിങ് പരിശീലിക്കുന്നുണ്ട്, പിന്നെ നീന്തൽ ഇഷ്ടമാണ്. ഇവിടെ പഠിക്കുന്നത് വീട്ടിൽ തന്നെയാണ്. സാറന്മാർ വീട്ടിൽ വന്നാണ് പഠിപ്പിക്കുന്നത്, സ്കൂളിലും കോളേജിലും പോകുന്നില്ലല്ലേ. അപ്പോൾ നേരത്തെ മീഡിയയിലൊക്കെ വാർത്ത വരുമ്പോൾ കിം ജോങ് ഉന്നിൻ്റെ ബിലൗഡ് ഡോട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയെ ബിലവഡ്, അതായത് അങ്ങനെയല്ല, അതായത് കൊറിയൻ മാധ്യമങ്ങൾ ഹയാൻഡോ എന്നാണ് ഈ കുട്ടിനെ വിശേഷിപ്പിക്കുക. ഹയാൻഡോ എന്ന് പറഞ്ഞത് ഗ്രേറ്റ് പേഴ്സൺ എന്നാണ് പറയുന്നത്, മഹത്തായ വ്യക്തി. അതിനാണ് ഹയാൻഡോ എന്ന് പറയുന്നത്. അല്ലാതെ കൊറിയയിലെ മാധ്യമങ്ങളൊന്നും ബിലവഡ് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് എന്ന് മാത്രമേ പറയത്തുള്ളൂ, പേര് പറയത്തില്ല. പേര് വിളിക്കുന്നത് അതൊരു കിമ്മിന് ഇഷ്ടമല്ല. ചിലർക്കുണ്ടല്ലോ പേര് വിളിച്ചാൽ നമുക്ക് ചില ആളുകൾ നമ്മളെ വന്നിട്ട് പെട്ടെന്ന് പേരെന്നോ എടാന്നൊക്കെ വിളിച്ച് ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ വടക്കൻ കൊറിയയിലെ മാധ്യമങ്ങൾക്ക് ഈ കിമ്മിൻ്റെ മകളുടെ പേര് അച്ചടിക്കാൻ അല്ലെങ്കിൽ പേര് പറയാൻ ഭയമായല്ല, മാധ്യമങ്ങളെല്ലാം അവരുടെയാണ്, സർക്കാരിൻ്റെയാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് പകരം ബിലവഡ് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് എന്ന് പറയും. ഇപ്പോൾ ഹയാൻഡോ എന്ന് പറയും. ഹയാൻഡോ ആ കൊറിയൻ ഭാഷയിൽ ഏറ്റവും ഗ്രേറ്റ് പേഴ്സൺ ആണ്. അപ്പം നേരത്തെ സഹോദരി ആയിരിക്കും ഒരു പിൻഗാമി എന്നൊരു വാർത്തയൊക്കെ വന്നു, അതിനെയൊക്കെ മാറ്റി ഇനി മകളാണെന്ന്. കിമ്മിന് 3 മക്കളുണ്ടെന്നാണ് പറയുന്നത്. മുൻ ഗായികയായിരുന്ന റിൻസോൾ ജു ആണ് കിമ്മിൻ്റെ ഭാര്യമാർ ഒരുപാടുണ്ട്. പുള്ളിക്ക് ഈ നമ്മുടെ SPG ഒക്കെ നമ്മുടെ പ്രധാനമന്ത്രിമാർക്കുള്ള പോലെ ഇദ്ദേഹത്തിന് വനിതാ സെക്യൂരിറ്റി ഗാർഡുകളാണ്. പുള്ളി അവരുടെ വലയത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലൈംഗിക കഥകളൊക്കെ ഉണ്ട്. അതെന്തും ആവട്ടെ. അപ്പം ഈ മുൻ ഗായിക അങ്ങനെ കേട്ടിട്ടുണ്ട്. ഗായിക എല്ലായ്പ്പോഴും ആണല്ലോ. അപ്പോൾ എന്നെ കല്യാണം കഴിച്ചതിനോടുകൂടി നിന്റെ പാട്ട് നിർത്തിക്കോ, അതുകൊണ്ടാണ് മുൻ ഗായിക റിസോൾ ജു ആണ് ഭാര്യ. അവർക്ക് 2010, 2013, 2017 3 മക്കളുണ്ടായി എന്ന് പറയുന്ന ദക്ഷിണ കൊറിയൻ രഹസ്യ ഏജൻസിയാണ്. അപ്പോൾ ആദ്യം 2010 ഒരു മകനാണെന്നും 2013, 2017 ജനിച്ചത് പെൺമക്കളാണെന്നും പറയുന്നു. അങ്ങനെ 2013 ജനിച്ച മകളാണ് നമ്മുടെ എയ്ക്കപ്പം ശരിക്കും പറഞ്ഞാൽ 12 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. 12 വയസ്സ് കഴിഞ്ഞ മകളെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? രാഷ്ട്രത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഈ ഡിപ്ലോമാറ്റായിട്ട് പോയി രാജ്യാന്തര ബന്ധങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഈ 12 വയസ്സുള്ള പെൺകുട്ടിക്ക് കഴിയുമോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. ചിലപ്പോൾ കഴിയുമായിരിക്കും. 10 വയസ്സിലും 12 വയസ്സിലും ഒക്കെ ഡോക്ടറേറ്റ് കിട്ടിയവരുടെ കാര്യം നമ്മൾ വായിച്ചതല്ലേ. പക്ഷേ അതുപോലത്തെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ലോകരാഷ്ട്രീയം, ജിയോ പൊളിറ്റിക്സും ഒക്കെ മകളെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴും കുട്ടിക്കളി മാറാത്ത ഒരു പെൺകുട്ടി ലോകത്തെ വിനാശകരമായ ഒരു പതനത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ആണവായുധങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ അധിപയായി ഇപ്പോഴോ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളൂ. കാരണം മനുഷ്യൻ്റെ ആയുസ്സിന് വലിയ ഉറപ്പൊന്നുമില്ല. അതാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലേ. ഇപ്പോൾ ഈ കിം ജോങ് ഉന്ന് നേരത്തെ വന്നിരിക്കാൻ പോകുമ്പോൾ, പുട്ടിനുമായിട്ട് സംസാരിക്കാൻ പോകുമ്പോൾ കസേരയൊക്കെ വന്ന് ഒരു സെർവൻറ്റ് വന്ന് വൃത്തിയാക്കുന്നു. പോയതിന് ശേഷം അത് ചെയ്യുന്നു. അപ്പോൾ വിരലടയാളം പോലും കിട്ടരുത്, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം. അതെല്ലാവരും അങ്ങനെ. ഇപ്പം പുട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ളൂ. പുട്ടിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞത് പുട്ടിൻ്റെ വിമാനത്തിൽ ഡെസ്പാച്ചബിൾ ടോയ്ലറ്റ് ആണെന്ന് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ വിസർജ്യം പോലും ആർക്കും കിട്ടരുത്. കാരണം കിട്ടിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം എന്താണെന്ന് അറിയാം, ഒരാളുടെ ഹെൽത്ത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അതുകൂടെ നീക്കം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അതീവ സുരക്ഷയിൽ ജീവിക്കുന്ന രഹസ്യാത്മകമായ ജീവിതമുള്ള ആളുകളാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇത് ഇപ്പോൾ വലിയൊരു വാർത്തയാണ്. അതായത് ഈ 2018 US സെക്രട്ടറിയായ മൈക്ക് പോപ്പിയോ അവിടെ എത്തിയിരുന്നു, കൊറിയയിൽ വന്നിരുന്നു.
കൊറിയയിൽ വന്നപ്പോൾ ഈ കിമ്മും മൈക്ക് പോപ്പിയോയും തമ്മിലൊരു സംഭാഷണം ഉണ്ടായിരുന്നു. അപ്പോൾ മൈക്ക് പോപ്പിയോ പറഞ്ഞതായിട്ട് യോൺ ഹപ്പ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ പത്രവും വാൾ സ്ട്രീറ്റ് ജേർണലും ഒരു കാര്യം കോട്ട് ചെയ്തിരുന്നു. അതായത്, ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു അച്ഛനാണ്, ജീവിതകാലം മുഴുവൻ എൻ്റെ മക്കളുടെ പുറകിൽ ആണവ മിസൈലുകൾ കെട്ടിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് 2018, 7 വർഷം മുമ്പ്. അപ്പോൾ നമ്മുടെ എയ്ക്ക് 5 വയസ്സുള്ളപ്പോൾ, അല്ലേ? അതെ, 5 അല്ലെങ്കിൽ 4 വയസ്സ് മുമ്പ്, 5 വയസ്സ്, 4-5 വയസ്സുള്ളപ്പോൾ ഇങ്ങനെ പറയാം, എൻ്റെ മക്കളുടെ പിന്നിൽ ആണവ മിസൈലുകൾ കെട്ടിവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അതായിരിക്കാം ഒരുപക്ഷെ തൻ്റെ അനന്തരാവകാശി മക്കളായിരിക്കത്തില്ല, സഹോദരി ആയിരിക്കും എന്നൊരു വ്യാഖ്യാനം വരാൻ കാരണം. പക്ഷേ അതിപ്പോൾ മാറ്റിയിട്ട് മിസൈൽ, ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യുന്നിടത്ത് 9 വയസ്സുകാരി മകളുടെ കൈ പിടിച്ചുകൊണ്ട് കിം പോകുന്നു. റഷ്യയുമായിട്ടുള്ള മീറ്റിങ്ങിൽ, റഷ്യൻ എംബസിയുടെ മീറ്റിങ്ങിൽ കൊറിയയുടെ ഡിപ്ലോമാറ്റായിട്ട്, വടക്കൻ കൊറിയയുടെ ഡിപ്ലോമാറ്റായിട്ട് മകളെ അയക്കുന്നു. 12 വയസ്സുള്ള മകളെ അയക്കുന്നു. എന്തിന്? ഷാങ്ഹായ് ഉച്ചകോടിയിൽ തൻ്റെ മകളെ അവതരിപ്പിക്കും. ഉച്ചകോടിക്ക് ശേഷം നടന്ന ഈ സൈനിക പരേഡിൽ. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആയുസ് സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. അപ്പം കിമ്മിനിപ്പോൾ പേടിയുണ്ട്. കാരണം ഇവരുടെ ഫാമിലിയിൽ ഹൃദ്രോഗം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വളരെ ഒരു നിശബ്ദനായ കൊലയാളിയെപ്പോലെ വന്ന് ഹൃദ്രോഗം ജീവനെടുക്കുന്നു എന്നൊരു പേടി പൊതുവിലുണ്ട്. അച്ഛൻ അങ്ങനെയാണ് മരിച്ചത്. അതുകൊണ്ട് ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായി തനിക്കും ഹൃദ്രോഗം ഉണ്ടാകുമോ എന്നൊരു ഭയം കിമ്മിനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് നിമിഷവും താൻ മരിച്ചു പോയാൽ തൻ്റെ മകളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കിമ്മിനുണ്ടെന്ന് വായിക്കപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് വേറൊരു കഥയുണ്ട്. വേറൊരു കഥയല്ല, കിം, പുടിൻ, ഷീ 3 പേരൂടെ നടന്നു പോകുമ്പോൾ അവർ തമ്മിൽ സംസാരിച്ചത് മൈക്രോഫോണിലൂടെ ലീക്ക് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട്. അത് ലോകത്തെ വലിയ വാർത്തയാണ്. അത് ഇതുമായി കണക്ട് ചെയ്ത് വായിക്കണം. അത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പറയാം. ഏതായാലും കിമ്മിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഏറ്റവും വിനാശകരമായ ആണവായുധങ്ങൾ അവധാനതയില്ലാതെ എപ്പോൾ വേണേലും ആർക്കെതിരെയും പ്രയോഗിക്കാൻ എനിക്കൊരു മടിയുമില്ല എന്ന് പരസ്യമായി പറയുന്ന ഭരണാധികാരിയുടെ 12 വയസ്സുള്ള മകളുടെ കയ്യിലാണ് ഒരു പക്ഷേ കൊറിയയുടെ, വടക്കൻ കൊറിയയുടെ ആണവ രഹസ്യ കോഡ് കിട്ടാൻ പോകുന്നത് എന്ന് പറയുന്നത് വലിയൊരു ആശങ്കയാണ്. ആ കൊച്ചിന് 12 വയസ്സേ ഉള്ളൂ. ഏതായാലും ഇതൊരു വാർത്തയാണ്. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വലിയ ഈ തരത്തിൽ ഇതിൻ്റെ ഒരു അനലൈസ് ചെയ്തിട്ടുള്ള വാർത്ത വന്നിട്ടില്ല. കിമ്മിൻ്റെ മകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ മലയാളം പത്രങ്ങളിൽ അധികം കണ്ടുമില്ല, ഇംഗ്ലീഷ് പത്രങ്ങളിലുണ്ട്. പക്ഷേ അതിൻ്റെ ഇങ്ങനൊരു ആംഗിൾ കൂടിയുണ്ട്. 12 വയസ്സുകാരുടെ പക്കൽ ആണവ രഹസ്യ കോഡ് കിട്ടിയാൽ ലോകത്ത് എന്ത് സംഭവിക്കാം? അതൊരു ചോദ്യമാണ്. ഈ ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ മാധ്യമങ്ങളിലും ഡിഫൻസ് സൈറ്റുകളിലും വലിയ ചർച്ചയാണ് കിമ്മിൻ്റെ ഈ പാവക്കുട്ടിയെ പോലെയുള്ള കൊച്ചു സുന്ദരിയായ കിം ജു എ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.